സുഹൃത്തുക്കളെ നമസ്കാരം. സംയുക്ത നികായിലെ രണ്ടാമത്തെ പുസ്തകമായിട്ടുള്ള നിദാനവഗ്, അതിലെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള നിദാന സംയുക്ത 12 നിദാന സംയുക്ത, അതിൻ്റെ മലയാള പരിഭാഷയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒന്നാമത്തെ 12.1 പഠിച്ച സമുത്പാദം. ബുദ്ധൻ ഭിക്ഷുക്കളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പഠിച്ച സമുത്പാദം ഉപദേശിച്ചു തരാം. അവിദ്യ മൂലം സംഖാരം ഉണ്ടാകുന്നു, സംഖാരം മൂലം വിജ്ഞാനമുണ്ടാകുന്നു, വിജ്ഞാനം മൂലം നാമരൂപമുണ്ടാകുന്നു, നാമരൂപം മൂലം സലായതനമുണ്ടാകുന്നു, സലായതനം മൂലം സ്പർശമുണ്ടാകുന്നു, സ്പർശം മൂലം വേദനയുണ്ടാകുന്നു, വേദന മൂലം തൃഷ്ണയുണ്ടാകുന്നു, തൃഷ്ണ മൂലം ഉപാദാനമുണ്ടാകുന്നു, ഉപാദാനം മൂലം ജാതി ഉണ്ടാകുന്നു, ജാതി മൂലം ജര, മരണം, ശോകം, പരിദേവം, ദുഃഖ, ദോർമനസം, ഉപായാസം ഇവയെല്ലാം ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് ദുഃഖം ഉൽപ്പന്നമാകുന്നത്. ഇതിനെയാണ് പഠിച്ച സമുത്പാദം എന്ന് പറയുന്നത്. അവിദ്യ നിരോധമാകുന്ന സമയത്ത്, പരിപൂർണമായിട്ടും നിരോധമാകുന്ന സമയത്ത് സംസ്കാരം നിരോധമാകുന്നു, സംസ്കാരം നിരോധമാകുന്ന സമയത്ത് വിജ്ഞാനം നിരോധമാകുന്നു, വിജ്ഞാനം നിരോധമാകുന്ന സമയത്ത് നാമരൂപം നിരോധമാകുന്നു, നാമരൂപം നിരോധമാകുന്ന സമയത്ത് സലായതനം നിരോധമാകുന്നു, സലായതനം നിരോധമാകുന്ന സമയത്ത് സ്പർശം നിരോധമാകുന്നു, സ്പർശം നിരോധമാകുന്ന സമയത്ത് വേദന നിരോധമാകുന്നു, വേദന നിരോധമാകുന്ന സമയത്ത് തൃഷ്ണ നിരോധമാകുന്നു, തൃഷ്ണ നിരോധമാകുന്ന സമയത്ത് ഉപാദാനം നിരോധമാകുന്നു, ഉപാദാനം നിരോധമാകുന്ന സമയത്ത് ഭവം നിരോധമാകുന്നു, ഭവ നിരോധമാകുന്ന സമയത്ത് ജാതി, ജര, മരണം, ശോകം, പരിദേവം, ദുഃഖ, ദോർമന, ഉപായാസം ഇവയെല്ലാം നിരോധമാകുന്നു. അടുത്തതായിട്ട് 12.2 ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷനെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള വിസ്താരമായിട്ടുള്ള ഉപദേശം. പഠിച്ച സമുത്പാദത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിസ്താരമായിട്ടുള്ള ഉപദേശമാണ് ഇവിടെ. ജരാമരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജരാമരണം എന്ന് പറയുന്ന സമയത്ത് പ്രാണികളുടെ വയസ്സാകൽ, മുടി നരയ്ക്കൽ, ഇന്ദ്രിയങ്ങളുടെ പരിഭാഗം, ഇതിനേക്കാണ് ജരാമരണം എന്ന് പറയുന്നത്. മരണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് പോകൽ, നമ്മളുടെ അന്തർധാനം, മരണം, 5 സ്കന്ധങ്ങളുടെ വിലയനം, ഇതിനെയാണ് മരണം എന്ന് പറയുന്നത്. ജാതി എന്ന് പറയുന്ന സമയത്ത് പല രീതിയിലുള്ള ജന്മങ്ങൾ, 5 സ്കന്ധങ്ങളുടെ പ്രകടനം, സലായതനങ്ങളുടെ ഉത്ഭവം, ഇതിനേക്കാണ് ജന്മം എന്ന് പറയുന്നത്. ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 തരത്തിലുള്ള ഭാവമുണ്ട്. രൂപഭവം, അരൂപഭവം, കാമഭവം. കാമഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ജീവികളെല്ലാം കാമലോകത്ത് ജനിച്ചതാണ്. ഇനി രൂപഭവം എന്ന് പറയുമ്പോൾ രൂപബ്രഹ്മലോകത്ത് ജീവികളാണ്. അരൂപഭവം എന്ന് പറയുന്ന സമയത്ത് അരൂപ ഭൂമിയിലെ ജീവിതങ്ങളാണ്. ഇനി ഉപാദാനം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 തരത്തിലുള്ള ഒട്ടിപ്പിടിക്കലുണ്ട്. 1 കാമോപാദാനം, 2 ദിട്ടി ഉപാദാനം, 3 ശീലബദ്ധ ഉപാദാനം, 4 അത്താവാദ ഉപാദാനം. ഇതെല്ലാം ഉപാദാനം എന്ന് പറയും, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കൽ എന്ന് പറയും. കാമ ഉപാദാനം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളോടുള്ള ഒട്ടിപ്പിടിക്കൽ. ദിട്ടി ഉപാദാനം എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഏതെങ്കിലും ദർശനങ്ങളോടുള്ള ഒട്ടിപ്പിടിക്കൽ. ശീലബദ്ധ ഉപാദാനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ശീലം വ്രതം എടുത്തതിന് ശേഷം അതിനോടുള്ള ഒട്ടിപ്പിടിക്കൽ. അല്ലെങ്കിൽ അത്താവാദ ഉപാദാനം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ആത്മാവാണ് എന്ന് പറയുന്ന ആ ഒരു ദൃഷ്ടിയോടുള്ള ഒട്ടിപ്പിടിക്കൽ. ഇതിനെയാണ് ഉപാദാനം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കൽ എന്ന് പറയുന്നത്. തൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6 തരത്തിലുള്ള തൃഷ്ണകളുണ്ട്. രൂപത്തിനോടുള്ള തൃഷ്ണ, ഗന്ധത്തോടുള്ള തൃഷ്ണ, ശബ്ദത്തോടുള്ള തൃഷ്ണ, രുചിയോടുള്ള തൃഷ്ണ, സ്പർശവ്യ പദാർത്ഥങ്ങളോടുള്ള തൃഷ്ണ, മനസ്സിലെ ധർമ്മങ്ങളോടുള്ള തൃഷ്ണ. എന്താണ് വേദന? വേദന എന്ന് പറയുന്നതും 6 തരത്തിലുണ്ട്. ചക്ഷു സംഫസജ വേദന, അതായത് കണ്ണ് അതിൻ്റെ രൂപവുമായിട്ട് സ്പർശമുണ്ടാകുന്ന സമയത്തുള്ള വേദന, കാത് ശബ്ദവുമായിട്ട് സമ്പർക്കപ്പെടുന്ന സമയത്തുണ്ടാകുന്ന വേദന, മൂക്ക് ഗന്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തുണ്ടാകുന്ന വേദന, നാവ് രുചിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തുണ്ടാകുന്ന വേദന, ശരീരം സ്പർശവ്യ പദാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തുണ്ടാകുന്ന വേദന, മനസ്സ് ധർമ്മവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദന. അപ്പോൾ ഈ വേദന 6 തരത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ 6 തരത്തിലുള്ള വേദനയിലാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്. സ്പർശം എന്താണ്? സ്പർശം 6 തരത്തിലുണ്ട്. കണ്ണ് രൂപവുമായിട്ടുള്ള
ബന്ധപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്പർശം, ചക്കു സംഫസ്സം എന്ന് പറയും. അടുത്തത് കാതിൻ്റെ സ്പർശം, 3 മൂക്കിൻ്റെ സ്പർശം, 4 നാവിൻ്റെ സ്പർശം, 5 ശരീരത്തിൻ്റെ സ്പർശം, 6 മനസ്സിൻ്റെ സ്പർശം. ഇതിനെയാണ് 6 തരത്തിലുള്ള സ്പർശം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിലെ ഇന്ദ്രിയങ്ങൾ പുറത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്താണ് ഈ സ്പർശം എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നത്. അതായത് കണ്ണ് രൂപവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ചക്ഷുവിജ്ഞാനം ഉണ്ടാകുന്നു. 3ൻ്റെയും സംഗമമാണ് ഈ സ്പർശം എന്ന് പറയുന്നത്. സ്പർശത്താലാണ് വേദന ഉണ്ടാകുന്നത്. ഭിക്ഷുക്കളെ, ഈ 6 ആയതനങ്ങൾ ഏതൊക്കെയാണ്? 6 സെൻസ് ബേസസ്. കണ്ണിൻ്റെ ആയതനം, കാതിൻ്റെ ആയതനം, മൂക്കിൻ്റെ ആയതനം, നാവിൻ്റെ ആയതനം, ശരീരത്തിൻ്റെ ആയതനം, മനസ്സിൻ്റെ ആയതനം. ഇതിനെയാണ് 6 ആയതനങ്ങൾ എന്ന് പറയുക. ആയതനം എന്ന് പറയുന്ന സമയത്ത് 6 വാതിലുകൾ. അടുത്തത് ഭിക്ഷുക്കളെ, നാമരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന, സംജ്ഞ, സംസ്കാരം, സ്പർശം, മനസീകാര. ഇതിനെയാണ് നാമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് വിചാരിച്ചിരിക്കുന്ന മനസ്സിൽ 4 സ്കന്ധങ്ങളാണ്: വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം. പക്ഷേ ഇവിടെ അതിൻ്റെ മനസ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ 5 എണ്ണമായിട്ടാണ്: വേദന, സംജ്ഞ, സംസ്കാരം, സ്പർശം, മനസീകാര. ഇനി രൂപം എന്ന് പറയുന്നത് 4 മഹാഭൂതങ്ങളും ആ മഹാഭൂതങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ധാതുക്കളും, അതിനെയാണ് രൂപം എന്ന് പറയുന്നത്. അപ്പോൾ നാമത്തെയും രൂപത്തെയും ശരീരത്തെയും മനസ്സിനെയും കൂടിയിട്ടാണ് നാമരൂപം എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ 6 തരത്തിലുള്ള വിജ്ഞാനമുണ്ട്. കണ്ണിൻ്റെ വിജ്ഞാനം, കാതിൻ്റെ വിജ്ഞാനം, മൂക്കിൻ്റെ വിജ്ഞാനം, നാവിൻ്റെ വിജ്ഞാനം, ശരീരത്തിൻ്റെ വിജ്ഞാനം, മനസ്സിൻ്റെ വിജ്ഞാനം. ഇതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. വിജ്ഞാനം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കണ്ണുകൊണ്ട് രൂപം കാണുന്ന സമയത്ത് ആ രൂപത്തെ പറ്റിയിട്ടുള്ള ബോധം, അതിനെയാണ് ഇവിടെ വിജ്ഞാനം എന്ന് പറയുന്നത്. വിജ്ഞാനം ഒന്നല്ല, 6 ഭിക്ഷുക്കളെ, ഈ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ 3 തരത്തിലുള്ള സംസ്കാരമുണ്ട്. ശരീരത്തിൻ്റെ സംസ്കാരം, കായിക സംസ്കാരം, വചീ സംസ്കാരം, മനോസംസ്കാരം. ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള സംസ്കാരങ്ങളുണ്ട്. അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങളുടെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അതായത് ദുഃഖത്തെപ്പറ്റി അറിയുന്നില്ല, ദുഃഖത്തിൻ്റെ ഉദയത്തെപ്പറ്റി അറിയുന്നില്ല, അതിൻ്റെ നിരോധത്തെപ്പറ്റി അറിയുന്നില്ല, അതിൻ്റെ നിരോധത്തിനുള്ള മാർഗത്തെപ്പറ്റി അറിയുന്നില്ല. ഇതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, അവിദ്യ മൂലം സംസ്കാരം ഉണ്ടാകുന്നു, സംസ്കാരം മൂലം വിജ്ഞാനമുണ്ടാകുന്നു, വിജ്ഞാനം മൂലം നാമരൂപം, നാമരൂപം മൂലം സലായതനം, സലായതനം മൂലം സ്പർശം, സ്പർശം മൂലം വേദന, വേദന മൂലം തൃഷ്ണ, തൃഷ്ണ മൂലം ഉപാദാനം, ഉപാദാനം മൂലം ഭവം, ഭവം മൂലം ജാതി, ജാതി മൂലം ജരാമരണം, ശോകം, പരിദേവം, ദുഃഖം, ദോർമനസം, ഉപായാസം. ഇങ്ങനെ എല്ലാം ഉണ്ടാകുന്നു. ഇതാണ് പഠിച്ച സമുത്പാദം എന്ന് പറയുന്ന കാര്യം. ഞാൻ ഇതിലുള്ള സൂത്രങ്ങളെ വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. പല സൂത്രങ്ങളും ഞാൻ വിട്ടുകളയാറുണ്ട്. ആവശ്യത്തിനുള്ളത് മാത്രമാണ് ഞാൻ പറയാറുള്ളത്. കാരണം എന്താണെന്ന് പറയുമ്പോൾ ഈ സൂത്രങ്ങളെല്ലാം പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനം മാത്രം, അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ നിദാന സംയുക്തം എന്ന് പറയുന്ന സമയത്ത് ഈ ഡിപ്പെൻഡൻറ്റ് ഒറിജിനേഷൻ അല്ലെങ്കിൽ പഠിച്ച സമുത്പാദത്തെ പറ്റിയിട്ടുള്ള സൂത്രങ്ങളാണ് ഇതിൽ മുഴുവൻ. അപ്പോൾ ഞാനിത് മുഴുവൻ സൂത്രങ്ങളും പറയില്ല. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ട്രാൻസ്ലേഷനിലും നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതും ഒട്ടും അധികം ആവാതെ, അതേപോലെ തന്നെ ഒട്ടും കുറഞ്ഞു പോകാതെ ആവശ്യത്തിനുള്ള സാധനം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ അത്രയും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഈ സംയുക്ത നികായത്തെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ പഠിച്ച സമുത്പാദം 2 തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. അത് 12.3 അവിദ്യാപച്ചയ സംഖാര, സംഖാരപച്ചയ വിജ്ഞാനം. ഇതെല്ലാം തെറ്റായിട്ടുള്ള വഴിയാണ്. നമുക്ക് അവിദ്യ ഉണ്ടെങ്കിൽ സംസ്കാരം ഉണ്ടാകുന്നു, സംസ്കാരം ഉണ്ടെങ്കിൽ വിജ്ഞാനം ഉണ്ടാകുന്നത് തെറ്റായിട്ടുള്ള വഴിയാണ്. ശരിയായ വഴി എന്ന് പറയുന്ന സമയത്ത് അവിദ്യ പരിപൂർണമായിട്ടും നിരോധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരം നിരോധമാവുന്നു, സംസ്കാരം നിരോധമായി കഴിഞ്ഞാൽ വിജ്ഞാനം നിരോധമാവുന്നു. ഈ തരത്തിലുള്ള 12 കണ്ണികൾ, ഇത് ശരിയായിട്ടുള്ള വഴിയാണ്. ബുദ്ധന് ബോധോദയം ഉണ്ടായതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ജന്മം ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഭവം ഉണ്ടാകുന്ന സമയത്താണ് ജാതി ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം വീണ്ടും ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഭവം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി,
ഉപാദാനം മൂലമാണ് ഭാവം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായി. ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹം ഈ പഠിച്ച സമുത്പാദത്തിൻ്റെ 12 കണ്ണികളെ അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ സമ്മാസങ്കല്പോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ചിന്തയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ഈ സമ്മാസങ്കല്പം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രജ്ഞ വർദ്ധിക്കുള്ളൂ. അതാണ് ഈ സൂത്രം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്ത സൂത്രം 11. അതായത് ഞാൻ വെറും സീരിയൽ നമ്പർ മാത്രമേ പറയുന്നുള്ളൂ. മുഴുവൻ സൂത്രം നിങ്ങൾക്ക് നോക്കണമെങ്കിൽ 12.11 എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിക്കണം. അപ്പോഴാണ് നിങ്ങൾക്കത് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ 11ാമത്തെ ന്യൂട്രിമെൻറ്റ്, ആഹാരം. ഭഗവാൻ ജേതവനത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഭിക്ഷുക്കളോട് പറഞ്ഞു, ഭിക്ഷുക്കളെ, ഒരു ജീവികളെ നിലനിർത്തുന്നത് 4 തരത്തിലുള്ള ആഹാരങ്ങളാണ്. എന്താണ് ഈ 4 തരത്തിലുള്ള ആഹാരം? 1, നമ്മൾ കഴിക്കുന്ന സ്ഥൂലമായിട്ടുള്ള ഭക്ഷണം. 2, സ്പർശം. 3, മനോസഞ്ചേതന. 4, വിജ്ഞാനം. ഈ 4 എണ്ണമാണ് ഓരോ ജീവികളെയും നിലനിർത്തുന്നത്. ഈ 4 ആഹാരത്തിൻ്റെയും ഉൽപ്പത്തി എവിടെയാണ്? എവിടെ നിന്നാണ് അത് ഉണ്ടാകുന്നത്? ഈ 4 ആഹാരത്തിൻ്റെയും ഉൽപ്പത്തി എന്ന് പറയുന്നത് തൃഷ്ണയാണ്. തൃഷ്ണയിൽ നിന്നാണ് ഈ 4 ആഹാരങ്ങളും ഉൽപ്പന്നമാകുന്നത്. വീണ്ടും അദ്ദേഹം പറയുന്നു, തൃഷ്ണ എവിടെ നിന്ന് ആണ് ഉണ്ടാകുന്നത്? അദ്ദേഹം പറയുന്നു, വേദനയിൽ നിന്നാണ് തൃഷ്ണ ഉണ്ടാകുന്നത്. വേദന എവിടെ നിന്ന് ഉണ്ടാകുന്നു? സ്പർശത്തിൽ നിന്ന്. സ്പർശം എവിടെ നിന്നുണ്ടാകുന്നു? 6 സളായതനങ്ങളിൽ നിന്ന്. 6 സളായതനം എവിടെ നിന്നുണ്ടാകുന്നു? നാമരൂപത്തിൽ നിന്ന്. നാമരൂപം എവിടെ നിന്നുണ്ടാകുന്നു? വിജ്ഞാനത്തിൽ നിന്ന്. വിജ്ഞാനം എവിടെ നിന്നുണ്ടാകുന്നു? സംസ്കാരത്തിൽ നിന്ന്. സംസ്കാരം എവിടെ നിന്നുണ്ടാകുന്നു? അവിദ്യയിൽ നിന്ന്. വീണ്ടും അദ്ദേഹം പറയുന്ന അവിദ്യ മൂലം സംസ്കാരം ഉണ്ടാകുന്നു, സംസ്കാരം മൂലം വിജ്ഞാനമാകുന്നു. ഇങ്ങനെ വീണ്ടും ആ പഠിച്ച സമുത്പാദത്തെ അദ്ദേഹം പറയുന്നു. അതായത് ഈ പ്രതിത്യ സമുത്പാദം എന്ന് പറയുന്ന സംഗതി, അതായത് നമ്മൾക്ക് ജാതി, ജന്മം ഇതെല്ലാം ഉണ്ടാകുന്നത് എങ്ങനെ, ഈ കാര്യങ്ങളെ പല രീതിയിൽ അദ്ദേഹം അതിനെപ്പറ്റി വിവരിക്കുകയാണ്. 13. പഠിച്ച സമുത്പാദത്തെ പറ്റി അറിയാത്ത ഒരു വ്യക്തിയെ ഞാൻ ഒരിക്കലും ഒരു ഭിക്ഷുവായിട്ട് ഞാൻ കരുതുന്നില്ല, ഒരു സന്യാസിയായിട്ട് ഞാൻ കരുതുന്നില്ല. പഠിച്ച സമുത്പാദത്തെപ്പറ്റി അറിയുന്ന ഒരു വ്യക്തിയെ മാത്രമേ ഞാനൊരു സന്യാസിയായിട്ട്, ഭിക്ഷുവായിട്ട് അറിയുന്നുള്ളൂ. സുഹൃത്തുക്കളെ, ഇതിനിടയിലുള്ള ഒരുപാട് സൂത്രങ്ങൾ ഞാൻ വിടുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ സംയുക്ത നികായയുടെ ഫുള്ള് ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് ഗൂഗിളിൽ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് വായിക്കാം. ഇതൊന്നും മനസ്സിലാകാത്ത മലയാളികൾക്ക് വേണ്ടി വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ ഈ സംയുക്ത നികായ പറയുന്നത്. ഇതൊന്നും മുഴുവനല്ല, ഇഷ്ടംപോലെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് സൂത്രങ്ങൾ ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് പരിപൂർണമായിട്ടുള്ള ട്രാൻസ്ലേഷൻ അല്ല എന്നുകൂടി ഞാൻ മനസ്സിലാക്കി തരുന്നു. അതിൻ്റെ രത്നച്ചുരുക്കമാണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നത്. സൂത്ര നമ്പർ 17. ഒരിക്കൽ ഭഗവാന്റെ അടുത്ത് നഗ്നനായിട്ടുള്ള കശ്യപൻ എന്ന് പറയുന്ന ഒരു സന്യാസി വന്നു. ആ സമയത്ത് ഭഗവാൻ ഭിക്ഷയ്ക്ക് പോവുമായിരുന്നു. നഗ്ന സന്യാസി കശ്യപൻ ഭഗവാനോട് പറഞ്ഞു, എനിക്ക് താങ്കളോടൊരു ചോദ്യം ചോദിക്കണം. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഞാനിപ്പോൾ ഭിക്ഷാടനത്തിന് പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. 2ാം പ്രാവശ്യം 3ാം പ്രാവശ്യം കശ്യപൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ശരി പറയൂ, എന്താണ് ചോദ്യം എന്ന് പറഞ്ഞു. അപ്പോൾ കശ്യപൻ പറഞ്ഞു, ദുഃഖം നമ്മളാണോ സൃഷ്ടിച്ചത്? ബുദ്ധൻ പറഞ്ഞു, ഇല്ല കശ്യപ. അപ്പോൾ കശ്യപൻ പറഞ്ഞു, ദുഃഖം മറ്റുള്ളവരാണോ നമ്മൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തരുന്നത്? ബുദ്ധൻ പറഞ്ഞു, അല്ല. മറ്റുള്ളവരും നമ്മളും ഒരുമിച്ചിട്ടാണോ നമ്മൾക്ക് ദുഃഖമുണ്ടാക്കി തരുന്നത്? ബുദ്ധൻ പറഞ്ഞു, അല്ല. കാരണമില്ലാതെയാണോ ദുഃഖമുണ്ടാകുന്നത്? നമ്മളും ബാക്കിയുള്ളവരും ചെയ്യാതെ കാരണമില്ലാതെയാണോ ദുഃഖമുണ്ടാകുന്നത്? ബുദ്ധൻ പറഞ്ഞു, അല്ല. അപ്പോൾ ദുഃഖം ഇല്ലേ? ബുദ്ധൻ പറഞ്ഞു, ദുഃഖം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ദുഃഖമുണ്ട്. അപ്പോൾ കശ്യപൻ പറഞ്ഞു, അപ്പോൾ ബുദ്ധൻ ദുഃഖത്തെ അറിയുന്നില്ല, ദുഃഖത്തെ കാണുന്നില്ല, അങ്ങനെയാണോ? ബുദ്ധൻ പറഞ്ഞു, കശ്യപ, ഞാൻ ദുഃഖത്തെ അറിയാഞ്ഞിട്ടല്ല, കാണാഞ്ഞിട്ടല്ല. ഞാൻ ദുഃഖത്തെ അറിയുന്നു, ഞാൻ ദുഃഖത്തെ കാണുന്നു. അപ്പോൾ കശ്യപൻ പറഞ്ഞു, ഗൗതം ബുദ്ധനോട് ഞാൻ ദുഃഖത്തെപ്പറ്റി ചോദിച്ചപ്പോഴെല്ലാം താങ്കൾ പറഞ്ഞത് ദുഃഖം നമ്മളാലും മറ്റുള്ളവരാലും സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നാൽ ആണ്. എന്നാൽ താങ്കൾ പറയുന്നു ദുഃഖമുണ്ട്, ഞാൻ കാണുന്നുണ്ട് എന്നും പറയുന്നു. എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? കശ്യപ, ദുഃഖം അനുഭവിക്കുന്നതും സൃഷ്ടിക്കുന്നതും നമ്മളാണെങ്കിൽ നമ്മൾ മുൻപ് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇത് ശാശ്വതവാദത്തിന് തുല്യമാണ്. ദുഃഖം അനുഭവിക്കുന്ന വ്യക്തിയും ഉണ്ടാക്കുന്ന വ്യക്തിയും വെവ്വേറെയാണ് എങ്കിൽ
ദുഃഖം മറ്റുള്ളവർ സൃഷ്ടിച്ചതാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതിനെ ഉച്ഛേദവാദം എന്ന് പറയേണ്ടി വരും. ഈ രണ്ട് വഴിക്കും പോകാതെ ഞാൻ മധ്യം മാർഗത്തിലാണ് പറയുന്നത്. അവിദ്യ മൂലം സംസ്കാരമുണ്ടാകുന്നു, സംസ്കാരം മൂലം വിജ്ഞാനമുണ്ടാകുന്നു. ഈ രീതിയിലുള്ള പഠിച്ച സമുത്പാദം ബുദ്ധൻ വീണ്ടും ഉപദേശിക്കുന്നു. ഇത് കേട്ട ഉടനെ കശ്യപൻ ഭിക്ഷുവായിട്ട് തീരുന്നു. പിന്നീട് ജോലി ചെയ്ത് അർഹന്തനായിട്ട് തീരുന്നു. ഇതേപോലെ തന്നെ മറ്റ് അനേകം സൂത്രങ്ങളുണ്ട്. അതിലെല്ലാം ചോദിക്കുന്നത് ദുഃഖം നമ്മളാണോ സൃഷ്ടിക്കുന്നത്, ബാക്കിയുള്ളവരാണോ സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടുപേരും സൃഷ്ടിക്കുന്നില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരം ഭഗവാൻ പല സൂത്രങ്ങളിലൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല. സൂത്ര നമ്പർ 19. അറിവുള്ള വ്യക്തിയും മൂഢനായിട്ടുള്ള വ്യക്തിയും. അറിവില്ലാത്ത ഒരു വ്യക്തി അവിദ്യ മൂലം അവന് തൃഷ്ണയുണ്ടാകുന്നു. തൃഷ്ണ മൂലം ശരീരത്തിൽ പലതരത്തിലുള്ള സംവേദനങ്ങൾ ഉണ്ടാകുന്നു. സംവേദന മൂലം ആ വ്യക്തി ദുഃഖവും സുഖവും അനുഭവിക്കുന്നു. എന്നാൽ വിജ്ഞാനമുള്ള വ്യക്തി, പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്കും ഇതേപോലെ തന്നെ ശരീരത്തിൽ സുഖദുഃഖം വേദന ഉണ്ടാകുന്നു. അപ്പോൾ ഒരു മൂഢനും ജ്ഞാനിയും ആയിട്ടുള്ള രണ്ടുപേർക്കും ഒരേപോലെ തന്നെ ശരീരത്തിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ രണ്ടുപേരും നമ്മൾ വ്യത്യാസം എന്താണ്? ബുദ്ധൻ പറഞ്ഞു, മൂർഖനായിട്ടുള്ളൊരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് അവിദ്യയുണ്ട്. അവിദ്യ മൂലം ആ വ്യക്തിക്ക് തൃഷ്ണയുണ്ട്. അതുമൂലമാണ് ഈ ശരീരത്തിൽ ഉൽപ്പന്നമായിരിക്കുന്നത്. ആ മൂഢനായിട്ടുള്ള വ്യക്തിയുടെ അവിദ്യ പരിപൂർണമായിട്ടും നീങ്ങിയിട്ടില്ല, തൃഷ്ണ പരിപൂർണമായിട്ടും നീങ്ങിയിട്ടില്ല. കാരണം ആ വ്യക്തി ബ്രഹ്മചര്യ ജീവിതം നയിച്ചിട്ടില്ല. അതുമൂലം ആ വ്യക്തി ദുഃഖചക്രത്തിൽ തന്നെ പെടുന്നു. പുനർജന്മം ആ വ്യക്തിക്ക് ലഭിക്കുന്നു. അറിവുള്ള വ്യക്തിക്ക് ആ വ്യക്തിക്ക് അവിദ്യ മൂലം തൃഷ്ണയുണ്ടാകുന്നു. തൃഷ്ണ മൂലമാണ് ഈ ശരീരം ഉൽപ്പന്നമായിരിക്കുന്നത്. എന്നാൽ പ്രജ്ഞയുള്ള മനുഷ്യന് ആ അവിദ്യ എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും ആ വ്യക്തി ഒഴിവാക്കിയിരിക്കുകയാണ്. അതുമൂലം തൃഷ്ണ പരിപൂർണമായിട്ടും ഇല്ലാതായിരിക്കുകയാണ്. കാരണം ഈ പ്രജ്ഞയുള്ള വ്യക്തി ബ്രഹ്മചര്യ ജീവിതം അനുഷ്ഠിക്കുന്നു. അത് കാരണം പ്രജ്ഞയുള്ള വ്യക്തി ശരീരം വിടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വീണ്ടും ജന്മമരണ ചക്രങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതാണ് രണ്ടുപേരും നമ്മളുടെ വ്യത്യാസം. 21 10 ബലങ്ങൾ, അതായത് ബുദ്ധന് 10 ബലങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് 5 സ്കന്ധങ്ങളുണ്ട്: രൂപം, വേദന, സംഖ്യ, സംസ്കാരം, വിജ്ഞാനം. ഇതിൻ്റെ എല്ലാം തുടക്കം അതെങ്ങനെയാണ് ഇല്ലാതാവുന്നത് എന്ന് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം. ഈ കാര്യം ഉൽപ്പന്നമായി കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് ആ കാര്യം വരിക തന്നെ ചെയ്യും. ഇത് ഉൽപ്പന്നമായി കഴിഞ്ഞാൽ ആ കാര്യം ഉൽപ്പന്നമാവുന്നു. ഇത് ഉൽപ്പന്നമായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഫലമായിട്ട് മറ്റൊരു സാധനവും ഉൽപ്പന്നമാകുന്നില്ല. ഇത് നിരോധമാകുന്ന സമയത്ത് അത് നിരോധമാകുന്നു. വീണ്ടും അവിദ്യ മൂലം സംസ്കാരമുണ്ടാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ അവിദ്യ നിരോധമാകുന്ന സമയത്ത് സംസ്കാരം നിരോധമാകുന്നു. ഈ രീതിയിൽ പഠിച്ച സമുത്പാദം അതിൻ്റെ ഉൽപ്പത്തിയും നിരോധവും എങ്ങനെയാണെന്ന് അദ്ദേഹം പല രീതിയിൽ ഇവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനെയാണ് അദ്ദേഹത്തിൻ്റെ 10 ബലങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൂത്രങ്ങളാണ്. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നില്ല. ചില സൂത്രങ്ങൾ മാത്രം, വളരെ എളുപ്പമുള്ള സൂത്രങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. എൻ്റെ ഇടയ്ക്ക് ഒരുപാട് സൂത്രങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ട്. കാരണം അതെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. 23. ആർക്കാണ് മനസ്സിലുള്ള കളങ്കങ്ങൾ ഇല്ലാതാകുന്നത്? ഏതൊരു വ്യക്തി കാണുന്നോ അറിയുന്നോ ആ വ്യക്തിക്കാണ് കളങ്കങ്ങൾ ഇല്ലാതാകുന്നത്. അതായത് ഇത് രൂപമാണ്, ഇത് രൂപത്തിൻ്റെ ഉൽപ്പത്തിയാണ്, ഇത് രൂപം ഇല്ലാതാകലാണ്, ഇത് വേദനയാണ്, വേദനയുടെ ഉൽപ്പത്തിയാണ്. എങ്ങനെയാണ് വേദന ഇല്ലാതാവുന്നത്? സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം, ഇതെല്ലാം എങ്ങനെയാണ് ഉൽപ്പന്നമാകുന്നത്, എങ്ങനെയാണ് ഇല്ലാതാകുന്നത്? ഇങ്ങനെ ഏതൊരു വ്യക്തി അറിയുന്നുവോ ആ വ്യക്തിക്ക് മാത്രമേ മനസ്സിലുള്ള കളങ്കങ്ങൾ ഇല്ലാതാകുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. 33. ബുദ്ധൻ ഭിക്ഷുക്കളോട് 44 തരത്തിലുള്ള അറിവുകളെപ്പറ്റി പറയുന്നുണ്ട്. ജരാമരണങ്ങളെക്കുറിച്ചുള്ള അറിവ്, ജരാമരണങ്ങളുടെ തുടക്കത്തെക്കുറിച്ചുള്ള അറിവ്, ജരാമരണങ്ങൾ എങ്ങനെ അവസാനിക്കുന്നു എന്ന് പറയുന്നുള്ള അറിവ്, എന്താണ് ജരാമരണങ്ങൾ അവസാനിപ്പിക്കാനുള്ള പാത എന്ന് പറയുന്ന അറിവ്. വീണ്ടും ജാതി, ഭവം, തൃഷ്ണ, അതേപോലെ തന്നെ സ്പർശം, സലായതനം, ഇതെല്ലാം ഈ രീതിയിൽ 4 തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഉൽപ്പത്തി, അതിൻ്റെ ക്ഷയം, അതേപോലെ തന്നെ അതെങ്ങനെ ക്ഷയിപ്പിക്കാം എന്നുള്ള കാര്യം, പിന്നെ ആ കാര്യവും. ഈ രീതിയിൽ 4 രീതിയിൽ ഈ പഠിച്ച സമുത്പാദത്തെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്.
ഇനി 34-ാമത്തെ സൂത്രത്തിൽ അദ്ദേഹം പറയുന്നു, ഇതേ അറിവിനെ അദ്ദേഹം 77 തരത്തിലുള്ള അറിവായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ജരാമരണത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ജാതിയാണ്. ഈ ഒരു അറിവ്, ജാതി ഇല്ലെങ്കിൽ ജരാമരണം ഉണ്ടാകുന്നില്ല എന്നുള്ള അറിവ്, ഭൂതകാലത്തിലും ജരാമരണം ഉണ്ടായത് ജാതി മൂലമാണ് എന്ന അറിവ്, ഭൂതത്തിലും ജാതി ഇല്ലെങ്കിൽ ജരാമരണം ഉണ്ടാകുന്നില്ല എന്ന അറിവ്, ഭാവിയിലും ജരാമരണം ഉണ്ടാകണമെങ്കിൽ ജാതി ഉണ്ടാകണം എന്നുള്ള അറിവ്, ഭാവിയിലും ജാതി ഇല്ലെങ്കിൽ ജരാമരണം ഉണ്ടാകുന്നില്ല എന്ന അറിവ്. ഈ എല്ലാ അറിവുകളും സ്ഥിരമല്ല, അത് നശിക്കുന്നു, അത് നിരോധമാകുന്നു എന്നുള്ള അറിവ്. അപ്പോൾ ഒരൊറ്റ കണ്ടീഷനിൽ, പഠിച്ച സമുത്പാദത്തിലെ ഒരു കണ്ടീഷനിലാണ് ഇത്രയും അറിവ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള 12 എണ്ണത്തിലും ഉള്ള അറിവ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് ഈ ഇത്രയധികം അറിവായിട്ട് മാറുന്നത്. 37. ഭിക്ഷുക്കളെ, ഈ ശരീരം നിങ്ങളുടേതല്ല, ഈ ശരീരം മറ്റുള്ളവരുടേതും അല്ല. ഇത് നിങ്ങളുടെ പുരാണ കർമ്മമാണ്. ഇത് സംസ്കാരത്താൽ നിർമ്മിതമാണ്. ഇതിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുമൂലം പ്രജ്ഞയുള്ള ഒരു ഭിക്ഷു പഠിച്ച സമുത്പാദത്തെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്നു. ഇത് ഉണ്ടാകുന്ന സമയത്ത് ഇതുമൂലം ഇത് ഉണ്ടാകുന്നു, ഇത് ഉൽപ്പന്നമാകുന്ന സമയത്ത് മറ്റൊന്ന് ഉൽപ്പന്നമാകുന്നു, ഇത് ഇല്ലെങ്കിൽ മറ്റൊന്നും ഇല്ല, ഇത് നിലയ്ക്കുന്ന സമയത്ത് മറ്റൊന്നും നിരോധമാകുന്നു. അതായത് അവിദ്യ മൂലം സംസ്കാരം ഉണ്ടാകുന്നു. അങ്ങനെ വീണ്ടും അദ്ദേഹം പഠിച്ച സമുത്പാദത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മളും ഇതേപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യണം. എന്തുമൂലം, അവിദ്യ മൂലം എന്താണ് ഉണ്ടാകുന്നത്, അവിദ്യ ഇല്ലെങ്കിൽ എന്ത് ഉണ്ടാകുന്നില്ല. ഈ രീതിയിൽ നമ്മളും തുടർച്ചയായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് പ്രജ്ഞ ഉണ്ടാകുകയുള്ളൂ. 33. ചേതന. ഭിക്ഷുക്കളെ, ചേതന അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തിനോട് ചായ്വുണ്ടോ അത് മൂലം നമ്മുടെ വിജ്ഞാനം അവിടെ സ്ഥിരമാകുന്നു. അപ്പോൾ അടിസ്ഥാനം ഉണ്ടാകുന്ന സമയത്ത് അവിടെ വിജ്ഞാനം അതിൽ ആശ്രിതമാകുന്നു. അവിടെ നിന്ന് വിജ്ഞാനം സ്ഥിരമാകുന്ന സമയത്ത്, വർദ്ധിക്കുന്ന സമയത്ത് മൂലമാണ് നാമരൂപം ഉണ്ടാകുന്നത്. നാമരൂപം മൂലമാണ് സലായതനം ഉണ്ടാകുന്നത്. സലായതനം മൂലമാണ് സ്പർശം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രീതിയിലും അദ്ദേഹം പഠിച്ച സമുത്പാദത്തെ പറയുന്നു. അതായത് പഠിച്ച സമുത്പാദം പല രീതിയിൽ അദ്ദേഹം ഉപദേശിക്കുകയാണ്. ഭഗവാൻ അനാഥപിണ്ഡകനോട് പറയുകയാണ്, ഒരു ആര്യ ശ്രാവകന് ഈ 5 ശത്രുക്കൾ നഷ്ടമാകുന്നു. ശ്രോതാപന്നൻ്റെ 5 ലക്ഷണം ആ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സ്വയം ഈ കാര്യം പറയാവുന്നതാണ്, ഞാനൊരു ശ്രോതാപന്നനാണ്, ഞാൻ ഒരിക്കലും ഇനി നരകത്തിൽ പോവില്ല, ഞാൻ ഒരിക്കലും മൃഗലോകത്തേക്ക് പോവില്ല, ഞാൻ ഒരിക്കലും അധോഗതിയിലേക്ക് പോകില്ല, ഞാൻ ഒരു ശ്രോതാപന്നനാണ്, ഞാൻ ഒരിക്കലും അധോഗതിയിൽ ജനിക്കില്ല എന്ന് ഒരു വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് പറയാം. തീർച്ചയായിട്ടും എനിക്ക് നിർവ്വാണം കിട്ടും എന്ന് ആ വ്യക്തിക്ക് പറയാം. അപ്പോൾ അതെന്താണ് ആ കാര്യങ്ങളെന്ന് ബുദ്ധൻ പറയണം. അതായത് നമ്മൾക്കും ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഈ ശ്രോതാപന്നൻ്റെ ഈ 4 ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമുക്കും പറയാം നമ്മളൊരു ശ്രോതാപന്നനാണെന്ന്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൂത്രമാണ്. ആദ്യം നമ്മളൊരു ശ്രോതാപന്നനാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ 5 ശത്രുക്കൾ പരിപൂർണമായിട്ട് ഇല്ലാതാകണം. ഏതൊരു വ്യക്തി ജീവികളെ കൊല്ലുന്നുവോ ആ വ്യക്തിക്ക് ഈ ജന്മത്തിലും ഭയമുണ്ടാകും, വരുന്ന ജന്മങ്ങളിലും ഭയമുണ്ടാകും. ആ വ്യക്തിക്ക് മനസ്സിൽ ദുഃഖവും ദോർമനസ്സവും ഉണ്ടാകും. ഏതൊരു വ്യക്തി കൊല്ലുന്നില്ലയോ ആ വ്യക്തിക്ക് ഇതെല്ലാം ഒഴിവാകും. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരിക്കലും ദുഃഖവും ദോർമനസ്സും ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെയാണ് മോഷ്ടിക്കാത്ത വ്യക്തി, വ്യഭിചാരം ചെയ്യാത്ത വ്യക്തി, നുണ പറയാത്ത വ്യക്തി, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്ത വ്യക്തി. അതായത് 5 ശീലവും പാലിക്കുന്ന വ്യക്തികൾക്ക് 5 പ്രശ്നങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതാവുന്നു. അതായത് നമ്മൾ കൊല്ലുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, നുണ പറയുന്നില്ല, മോഷ്ടിക്കുന്നില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മൾക്കുള്ള 5 ശത്രുക്കളും പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു. അതുകൂടാതെ ശ്രോതാപന്നൻ്റെ 4 കാര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുന്നു. അതായത് ഭഗവാൻ ബുദ്ധൻ, അദ്ദേഹത്തിൽ എക്സ്പീരിയൻഷ്യൽ കോൺഫിഡൻസ് നമുക്കുണ്ടാകണം. ഇതിപിസോ ഭഗവാ അർഹം സമ്മാ സംബുദ്ധോ വിദ്യാചരണ സമ്പന്നോ സുഗതോ ലോകവിദു അനുത്തരോ പുരുഷധമ്മസാരഥി സത്താദേവ മനുസാനം. ഇതിൻ്റെ എല്ലാം ഒരു അറിവ് ആ വ്യക്തിക്ക് ഉണ്ടാകണം. ഈ അറിവിനെ അദ്ദേഹം ഉള്ളിൽ അനുഭവിക്കണം. ഇതിപിസോ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
അതായത് നമ്മുടെ രാഗദ്വേഷത്തെ ഭഗ്നം ചെയ്തു, അതാണ് ഭഗവാൻ. അപ്പോൾ നമ്മുടെ ഉള്ളിലും രാഗദ്വേഷം നമ്മൾ ഭഗ്നമാക്കണം എന്നുള്ള ഒരു അറിവ് ആ വ്യക്തിക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ അർഹന്തൻ എന്താണ്, സമ്മാ സമ്പുദ്ധൻ എന്താണ്, വിദ്യാചരണ സമ്പന്നൻ എന്താണ്, ഇങ്ങനത്തുള്ള എല്ലാ അറിവും ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകണം. അടുത്തത് ധർമ്മത്തെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പീരിയൻഷ്യൽ കോൺഫിഡൻസ് ആ വ്യക്തിക്ക് ഉണ്ടാകണം. അതായത് സ്വക്കാതോ ഭഗവതാ ധമ്മോ സംദിട്ടികോ അക്കാലികോ ഏഹി പസ്സികോ ഉപനയികോ പച്ചത്തം വേദിതബ്ബം വിന്യോഹീതി, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ആ വ്യക്തിക്ക് വളരെ ഭംഗിയായിട്ട് അറിയണം. ആഖ്യാതമാണ് ധമ്മം, സംദിട്ടികോ സ്വയം ദർശനം ചെയ്യേണ്ട യോഗ്യമുള്ളതാണ്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ആ വ്യക്തിക്ക് മനസ്സിലാകണം. അതേപോലെ തന്നെ സംഘത്തിനും സുപടിപന്നോ ഭഗവതോ സാവക സംഘോ, ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള അർത്ഥം സ്വന്തം അനുഭവത്തിൽ ആ വ്യക്തിക്ക് ബോധ്യമുണ്ടാകണം. അതുകൂടാതെ ആ വ്യക്തിക്ക് നല്ല ശീലമുണ്ടാകണം, അതൊരിക്കലും തെറ്റാതെ ഉള്ള ശീലമാകണം. 5 ശീലങ്ങളും ആ വ്യക്തിയുടെ തെറ്റുന്നില്ല എങ്കിൽ ആ വ്യക്തിക്ക് സ്വയം തന്നെ പറയാവുന്നതാണ്, ഞാൻ ശ്രോതാപന്നനാണ്, ഞാൻ ഒരിക്കലും നരകത്തിൽ പോവില്ല, ഞാൻ ഒരിക്കലും പശുപക്ഷികളുടെ ലോകത്തിൽ പോകുന്നില്ല, ഞാൻ തീർച്ചയായിട്ടും അർഹന്തനായിട്ട് തീരും എന്ന് വ്യക്തിക്ക് ആ വ്യക്തിക്ക് പറയാൻ പറ്റും. അതായത് ആ വ്യക്തിയുടെ ശീലങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. ബുദ്ധനും ധർമ്മത്തിലും സംഘത്തിനും ആ വ്യക്തിക്ക് എക്സ്പീരിയൻഷ്യൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് താൻ ശ്രോതാപന്നൻ എന്ന് സ്വയം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആരെങ്കിലും പറയാണ് ഞാൻ ശ്രോതാപന്നനാണ് എങ്കിൽ തീർച്ചയായിട്ടും സ്വയം ചെക്കുക, ഈ 4 കാര്യങ്ങളുണ്ടോ, ശീലം പെർഫെക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രോതാപന്നനാണ്. 43 ദുഃഖം. ഭിക്ഷുക്കളെ, ദുഃഖത്തിൻ്റെ ഉൽപ്പത്തി അതെങ്ങനെയാണ് ഇല്ലാതാവുന്നത് എന്നതിനെപ്പറ്റി ഞാൻ വിവരിച്ചു തരാം. ശരി ബന്ധേ എന്ന് പറഞ്ഞ ആ ഭിക്ഷുക്കൾ ഭഗവാനോട് ഉത്തരം പറഞ്ഞു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, എന്താണ് ദുഃഖത്തിൻ്റെ സമതയം? കണ്ണും രൂപവും ആയിട്ട് കൂടിച്ചേരുന്ന സമയത്താണ് കണ്ണിൻ്റെ വിജ്ഞാനം ഉണ്ടാകുന്നത്. ഇത് 3ൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശം മൂലമാണ് വേദന ഉണ്ടാകുന്നത്, വേദന മൂലമാണ് തൃഷ്ണ ഉണ്ടാകുന്നത്. ഇതാണ് ദുഃഖത്തിൻ്റെ തുടക്കം. അതേപോലെ തന്നെ നമ്മുടെ 6 ആയതനങ്ങളിലും, അതായത് കാതും ശബ്ദവും, മൂക്കും ഗന്ധവും, നാവും രുചിയും, ശരീരവും സ്പർശവും, മനസ്സും ധർമ്മവും കൂടിച്ചേരുന്ന സമയത്താണ് ഇതേപോലെ തന്നെ മനോവിജ്ഞാനം ഉൽപ്പന്നമാകുന്നു. ഇത് 3ൻ്റെയും സ്പർശമാണ് സ്പർശം. സ്പർശം മൂലം വേദന ഉണ്ടാകുന്നു, വേദന മൂലമാണ് തൃഷ്ണ ഉണ്ടാകുന്നത്. ഇതാണ് ദുഃഖത്തിൻ്റെ തുടക്കം. ഇനി എങ്ങനെയാണ് ദുഃഖം നിരോധമാകുന്നത്? വീണ്ടും ഈ 6 ആയതനങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. കണ്ണും രൂപവും ആകുന്ന സമയത്താണ് ചക്ഷുവിജ്ഞാനം ഉണ്ടാകുന്നത്. ഇത് 3ൻ്റെയും കൂടിച്ചേരലാണ് സ്പർശം. സ്പർശം മൂലമാണ് വേദനയുണ്ടാകുന്നത്, വേദന മൂലമാണ് തൃഷ്ണയുണ്ടാകുന്നത്. എന്നാൽ ആ തൃഷ്ണ പരിപൂർണമായിട്ട് ഇല്ലാതാകുന്ന സമയത്ത് ഉപാദാനം ഇല്ലാതാകുന്നു. ഉപാദാനം ഇല്ലാതാകുന്ന സമയത്ത് ഭവം ഇല്ലാതാകുന്നു. ഭവം ഇല്ലാതാകുന്ന സമയത്ത് ജാതി ഇല്ലാതാകുന്നു. ജാതി ഇല്ലാതാകുന്ന സമയത്ത് ജരാമരണം ശോകം പരിദേവം ഇതെല്ലാം ഇല്ലാതാകുന്നു. ഇതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള 6 ആയതനങ്ങളിലും 5 ആയതനങ്ങളിലും ഇതേപോലെ തന്നെയുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളത് സ്വയം ഇതേപോലെ തന്നെ നമ്മൾ കണക്കൂട്ടുക. കാതിലും ശബ്ദത്തിലും, അതേപോലെ തന്നെ നാവിലും രുചിയിലും, മനസ്സിലും ധർമ്മത്തിലും എല്ലാം ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ തൃഷ്ണ ഇല്ലാതായി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാതാകുന്നു. ഇതേപോലെ തന്നെയാണ് ലോകം. 44 പറയുന്നത് ലോകം. എങ്ങനെയാണ് ലോകം ആകുന്നത് എന്നാണ് പറയുന്നത്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണും രൂപവും ഉണ്ടാകുന്ന സമയത്താണ് ചക്ഷുവിജ്ഞാനം ഉണ്ടാകുന്നത്. 3ൻ്റെയും ബന്ധനമാണ് സ്പർശം എന്ന് പറയുന്നത്. സ്പർശം മൂലമാണ് വേദന ഉണ്ടാകുന്നത്, വേദന മൂലമാണ് തൃഷ്ണ ഉണ്ടാകുന്നത്, തൃഷ്ണ മൂലമാണ് ഉപാദാനം ഉണ്ടാകുന്നത്, ഉപാദാനം മൂലമാണ് ഭവം ഉണ്ടാകുന്നത്, ഭവം മൂലമാണ് ജാതി ജര മരണം ശോകം ഇതെല്ലാം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള 6 ആയതനങ്ങൾ. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് ദുഃഖം ഇല്ലാതാക്കാൻ ജോലി ചെയ്യേണ്ടത്? ജോലി ചെയ്യേണ്ടത് നമ്മൾ ശരീരത്തിൽ മാത്രം ജോലി ചെയ്താൽ പോലെ ഈ 6 ആയതനങ്ങളിൽ നമ്മൾ ജോലി ചെയ്യണം. അതാണ് പറയുന്നത്. 6 ആയതനങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണ്, മൂക്ക്, നാവ്, ചെവി, സ്പർശം, മനസ്സ്, ഇവയെല്ലാം സ്പർശിക്കുന്ന സമയത്താണ് നമുക്ക് തൃഷ്ണ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ബുദ്ധൻ വീണ്ടും ഈ സൂത്രങ്ങളിൽ പഠിച്ച സമുത്പാദത്തെക്കുറിച്ച് നമ്മളോട് ദീർഘമായിട്ട് ചിന്തിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അഷ്ടാംഗമാർഗത്തിലുള്ള സങ്കല്പോ എന്ന് പറയുന്ന സാധനം നമ്മൾ നല്ലപോലെ വിനിയോഗിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് പ്രജ്ഞ ഉണ്ടാവുകയുള്ളൂ. 52 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്വത്വമാണ്. നമ്മൾ 6 ആയതനങ്ങളിലും അല്ലെങ്കിൽ 6 ഇന്ദ്രിയങ്ങളിലും നമ്മൾ ആസ്വാദനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൃഷ്ണ വർദ്ധിക്കുന്നു.
തൃഷ്ണ വർദ്ധിക്കുന്ന സമയത്ത് ഉപാദാനം വർദ്ധിക്കുന്നു. ഉപാദാനം വർദ്ധിക്കുന്ന സമയത്ത് ഭവമുണ്ടാകുന്നു. ഭവം മൂലം ജാതി, ജര, മരണം, ശോകം ഇതൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ആസ്വദിക്കുന്ന സമയത്താണ് നമ്മുടെ തൃഷ്ണ വർദ്ധിക്കുന്നത്. ആസ്വാദാന പസ്സിനോ തണഹ പവദ്ധതി. നമ്മൾ ആസ്വദിക്കുന്ന സമയത്താണ് തൃഷ്ണ വർദ്ധിക്കുന്നത്. അതിൻ്റെ ഉദാഹരണം ഭഗവാൻ പറയുകയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ നമ്മൾ കൂടുതൽ 10 ലോഡ് 20 ലോഡ് നമ്മൾ മരം കൊണ്ട് അതിലിടുകയാണെങ്കിൽ, ഉണങ്ങിയ മരവും ഉണങ്ങിയ ചാണകവും എല്ലാം ഇടുകയാണെങ്കിൽ ആ തീ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ തീ വളരെ കാലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അതൊരിക്കലും കെടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ 6 ആയതനങ്ങളിൽ നമ്മൾ ആസ്വാദനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൃഷ്ണ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അതൊരിക്കലും കെടില്ല. ആദിനവ പസ്സിനോ തണഹ നിരുജ്ജതി. അതായത് നമ്മൾ 6 ആയതനങ്ങളിൽ ആദിനവം അല്ലെങ്കിൽ ഭയം, അതായത് ഈ ആസ്വാദനം മൂലം നമുക്ക് തീർച്ചയായിട്ടും ഭയം ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ സമയത്താണ് നമ്മുടെ തൃഷ്ണ ഇല്ലാതാകുന്നത്. അപ്പോൾ ഈ ചിന്ത എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അല്ലാതെ അനിച്ഛ ദുഃഖ അനത്ത എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മളതിൻ്റെ ഡേഞ്ചറിനെ കുറിച്ചിട്ട് നമ്മൾ സങ്കല്പിക്കണം. അങ്ങനെ സങ്കല്പിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ തൃഷ്ണ അവിടെ ഇല്ലാതാവുന്നു. തൃഷ്ണ ഇല്ലാതാകുന്ന സമയത്ത് ഉപാദാനം ഇല്ലാതാവുന്നു. ഉപാദാനമില്ലാത്ത സമയത്ത് ഭവം ഇല്ലാതാവുന്നു. ഭവം ഇല്ലാതാകുന്ന സമയത്ത് ജാതി, ജര, മരണം ഇതെല്ലാം ഇല്ലാതാവുന്നു. അതിൻ്റെ ഉദാഹരണമായിട്ട് ഭഗവാൻ പറയുന്നത് അങ്ങനെയാണ്. ഒരു ആളിക്കത്തുന്ന ഒരു അഗ്നിയുണ്ട്, അതിൽ ഇഷ്ടം പോലെ ലോഡ്, അതിൽ വിറകും അതേപോലെ തന്നെ ഉണങ്ങിയ ചാണകം എല്ലാം അതിലിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു വ്യക്തി വീണ്ടും അതിൽ പുതിയ ഉണങ്ങിയ മരമോ ഉണങ്ങിയ പുല്ലോ ഉണങ്ങിയ ചാരമോ ഒന്നും ചാണകമോ ഒന്നും തന്നെ ഇടുന്നില്ല എങ്കിൽ ആ നേരത്തെയുള്ള ഇന്ധനം കത്തിത്തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അഗ്നി സമാപ്തമാകുന്നു. അതെന്തുകൊണ്ടാണ്? അതിന് കൂടുതൽ ഇന്ധനം ലഭിക്കുന്നില്ല, അതുകൊണ്ടാണ് സമാപ്തമാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദിനവാനുപസ്സിനോ, അതായത് ഈ ഇന്ദ്രിയ സുഖങ്ങൾ ആദിനവുമാണ്, ഭയാനകമാണ് എന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്ന സമയത്ത് നമ്മുടെ തൃഷ്ണ ഇല്ലാതാകുന്നു. അതുപോലെ തന്നെയാണ് അദ്ദേഹം വീണ്ടും പറയുന്ന 53-ാമത്തത്, നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് നമ്മുടെ സംയോജനം വർദ്ധിക്കുന്നു, ബന്ധനം വർദ്ധിക്കുന്നു. ആസ്വാദനം നിർത്തുന്ന സമയത്ത്, അതിൽ ഭയം നമ്മൾ കാണുന്ന സമയത്ത് ബന്ധനം ഇല്ലാതാകുന്നു. അത് അദ്ദേഹം ഒരു വിളക്കിൻ്റെ ഒരു ഉദാഹരണം കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ്, തിരിയും എണ്ണയുണ്ട്. അപ്പോൾ വീണ്ടും എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കും. ഇനി വീണ്ടും എണ്ണ ഒഴിക്കുന്നില്ലെങ്കിൽ ആ വിളക്ക് കെടുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മൾ അതിൻ്റെ ഭയത്തെപ്പറ്റി സങ്കല്പിക്കുകയാണെങ്കിൽ തൃഷ്ണ ഇല്ലാതാവുന്നു. അതേപോലെ തന്നെ ഒരു മരത്തിൻ്റെ ഉപമ പറഞ്ഞിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു മരത്തിന് നല്ല വേരുണ്ട്. അപ്പോൾ ആ വേരിൽ എന്നോളം വെള്ളവും അതേപോലെ തന്നെ പോഷകങ്ങളും ആ മരത്തിന് ലഭിക്കുന്നു, ആ മരം വളർന്നുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ ആ വേരിന് മുറിക്കുകയാണെങ്കിൽ അതിൽ വെള്ളവും വളവും കിട്ടില്ലെങ്കിൽ ആ മരം ഓട്ടോമാറ്റിക്കായിട്ട് ഉണങ്ങിപ്പോകുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ ചെടിയുടെ ഉദാഹരണവും അദ്ദേഹം പറയുന്നുണ്ട്. ചെറിയ ഒരു ചെടിയുണ്ട്, അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പുല്ലെല്ലാം വൃത്തിയാക്കി അതിന് വളവും വെള്ളവും എല്ലാം കൊടുക്കുകയാണെങ്കിൽ ആ ചെടി തീർച്ചയായിട്ടും വളരും. എന്നാൽ നമ്മൾ ആ ചെടിയെ വേരോടുകൂടി അതിൻ്റെ വേര് മുറിച്ച് കളയുകയാണെങ്കിൽ ആ ചെടി ഒരിക്കലും വളരില്ല. അതേപോലെ തന്നെയാണ് ഈ 6 ആയതനങ്ങളിൽ നമ്മൾ ആസ്വാദനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തൃഷ്ണ വർദ്ധിക്കുന്നു. ഇനി അതിൻ്റെ ആദിനവം ഭയത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തൃഷ്ണ ഇല്ലാതാകുന്നു. 60. ഒരിക്കൽ ആയുഷ്മാൻ ആനന്ദൻ ബുദ്ധനോട് പറഞ്ഞു, ഈ പഠിച്ച സമുത്പാദം വളരെ ഗംഭീരമാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ എനിക്കിത് വളരെ എളുപ്പമായിട്ട് തോന്നുന്നു, വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നു എന്ന് ആനന്ദൻ പറഞ്ഞപ്പോൾ ബുദ്ധൻ പറയാണ്, ഒരിക്കലുമില്ല ആനന്ദ, ഈ പഠിച്ച സമുത്പാദം വളരെ ഗംഭീരമാണ്. ഇതിനെ അറിയാത്തത് കൊണ്ടാണ് ഈ ആൾക്കാർ ഇത്രയും ദുഃഖത്തിൽ കിടന്ന് വട്ടത്തിരിയുന്നത്. നമ്മൾ ആസ്വാദനം ചെയ്യുന്ന സമയത്താണ് നമ്മുടെ തൃഷ്ണ വർദ്ധിക്കുന്നത്. തൃഷ്ണ മൂലമാണ് ഉപാദാനം ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് ജരാമരണം ഉണ്ടാകുന്നത്. ഒരു മരത്തിൻ്റെ വേരെല്ലാം താഴോട്ട് പോകുന്നുണ്ട്, അതിൽ ധാരാളം വെള്ളവും അതേപോലെ തന്നെ വെള്ളവും ലഭിക്കുകയാണെങ്കിൽ ആ മരം വളർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ വേര് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അതിന് വെള്ളവും വളവും ലഭിക്കുന്നില്ല, അപ്പോൾ ആ മരം ഇല്ലാതാകുന്നു. അതേപോലെ തന്നെ ഈ ഇന്ദ്രിയസുഖങ്ങളുടെ ആദിനവം ഭയം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൃഷ്ണ ഇല്ലാതാവുന്നു. 61. ഒരു സാധാരണ വ്യക്തിക്ക് ഒരു പക്ഷേ തൻ്റെ ശരീരത്തോട് വെറുപ്പ് അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം അദ്ദേഹത്തിന് ഇല്ലാതാക്കാൻ സാധിക്കും. ഇത് 4 മഹാഭൂതങ്ങൾ കൂടിച്ചേർന്നാണെന്ന് ആ വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. പക്ഷേ ഒരു സാധാരണ വ്യക്തിക്ക് മനസ്സിൻ്റെ ധർമ്മത്തെ, വിജ്ഞാനത്തെ, അതിനെ മനസ്സിലാക്കാൻ, അതിനോട് വൈരാഗ്യമുണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മനസ്സിൻ്റെ കാര്യങ്ങളും ഇത് ഞാനാണ്, ഇത് എൻ്റെയാണ്, ഇത് എൻ്റെ ആത്മാവാണ് എന്ന് പറഞ്ഞ് ആ വ്യക്തി ഒരുപാട് അതിനോട് ഒട്ടിപ്പിടിക്കുകയാണ്.
മൂലം മനസ്സിനോട് വിമുക്തി നേടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ബുദ്ധൻ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അതിനുള്ള വഴിയും പറഞ്ഞു തരുന്നുണ്ട്. 63 പുത്രമാംസ സൂത്രം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൂത്രമാണ്. അതായത് നമ്മൾക്ക് 4 തരത്തിലുള്ള ആഹാരമുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ജീവികളും വളരുന്നതും വലുതാകുന്നതും. അത് 4 ഏതൊക്കെയാണ്? ഒന്ന്, നമ്മൾ കഴിക്കുന്ന സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള ഭക്ഷണം. രണ്ടാമത്തത് സ്പർശം. മൂന്നാമത്തത് മനോസഞ്ചേതന. നാലാമത്തത് വിജ്ഞാനം. ഈ 4 തരത്തിലുള്ള ആഹാരങ്ങൾ കൊണ്ടാണ് ഒരു ജീവി വളരുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നാണ് ബുദ്ധൻ പറയുന്നത്. ഒരു മരുഭൂമിയിൽ കൂടി നടന്നു പോകുന്ന ഒരു ദമ്പതികളുടെ കഥയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കണം. അതായത് ഒരു മരുഭൂമിയിൽ കൂടെ ഒരു ഭാര്യയും ഭർത്താവും നടക്കുകയാണ്. അവർക്കൊരു കുട്ടിയുണ്ട്. ഇടയിൽ അവരുടെ ഭക്ഷണം തീർന്നു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും കൂടി വിചാരിക്കുന്നു, ഇനി നമ്മൾ 3 പേരും ഇതേപോലെ തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ 3 പേരും മരിച്ചു വീഴും. അതിന് വരെ നമ്മൾക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ മകനെ നമ്മൾക്ക് കൊന്നതിന് ശേഷം ആ മാംസം കുറച്ച് ഉണക്കി വയ്ക്കാം, കുറച്ച് നമ്മൾക്ക് മസാലകൾ ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം എന്ന് പറഞ്ഞിട്ട് വളരെ വേദനയോട് കൂടിയിട്ട് അവരുടെ മകനെ കൊല്ലുകയാണ്. കാരണം കൊന്നില്ലെങ്കിൽ 3 പേര് മരിക്കും, അല്ലെങ്കിൽ 2 പേര് രക്ഷപ്പെടും. അപ്പോൾ അവർ വളരെ വേദനയോടുകൂടി സ്വന്തം മകനെ കൊന്നതിന് ശേഷം കുറച്ച് മാംസം ഉണക്കുന്നു, കുറച്ച് മാംസം അവർ മസാലയെല്ലാം ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ബുദ്ധൻ ചോദിക്കുകയാണ്, ആ പുത്രൻ്റെ ഭക്ഷണം കഴിക്കുന്ന, മാംസത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്ന ആ ദമ്പതികൾ അത് രസത്തിന് വേണ്ടിയിട്ടാണോ കഴിക്കുന്നത്? ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണോ കഴിക്കുന്നത്? ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണോ കഴിക്കുന്നത്? ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണോ കഴിക്കുന്നത്? ശരീരത്തിന് തടിപ്പിക്കാനാണോ കഴിക്കുന്നത്? അപ്പോൾ ഭിക്ഷുക്കൾ പറഞ്ഞു, തീർച്ചയായിട്ടും അല്ല. അവർ ആ ഭക്ഷണം കഴിക്കുന്നത് ആ മരുഭൂമി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ബുദ്ധൻ പറയുന്നത്, നമ്മളും ഇതേപോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതായത് അതിൻ്റെ ആസ്വാദനം നമ്മൾ ചെയ്യരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആസ്വാദനം ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് പുതിയ രാഗം നമ്മളവിടെ ഉണ്ടാക്കുന്നില്ല. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള വിപശ്യന. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് സുഖതമായിട്ടുള്ള ഒരു സെൻസേഷൻ അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിൽ ആസക്തി പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ രാഗമുണ്ട്. അപ്പോൾ രാഗമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഇന്ദ്രിയ സുഖത്തു നിന്ന് വെളിയിൽ വരുന്നതല്ല. അപ്പോൾ അവിടെ ഒരിക്കലും നമ്മൾ അതിനെ ആസ്വദിക്കാൻ പാടില്ല. ഇങ്ങനെ ആസ്വദിക്കാതെ നമ്മൾ ആ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് 5 ഇന്ദ്രിയ സുഖത്തെക്കുറിച്ചിട്ടും ബാക്കിയുള്ള 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ചിട്ട് നമ്മൾക്ക് ശരിയായിട്ടുള്ള ബോധം ഉണ്ടാവും. അപ്പോൾ ഈ 5 ഇന്ദ്രിയ സുഖങ്ങളെക്കുറിച്ചിട്ടുള്ള ബോധം നമ്മൾക്ക് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഒരു അനാഗാമിയായിട്ട് തീരും എന്നാണ് പറയുന്നത്. കാരണം അവിടെ ബന്ധനം ഉണ്ടാവുന്നില്ല. ഇനി അടുത്ത ആഹാരം എന്ന് പറയുന്നത് സ്പർശമാണ്. അതിന് എങ്ങനെയാണ് കാണേണ്ടത്? ഈ സ്പർശത്തെ അദ്ദേഹം ഒരു മുറിവേറ്റ ഒരു പശുവിനെ പോലെയാണ് ഉപമിക്കുന്നത്. മുറിവേറ്റ ഒരു പശു, അതായത് പശുവിൻ്റെ തൊലി കീറിയതിലെ മാംസം പുറത്ത് കാണുകയാണെങ്കിൽ ഈ പശു ഒരു ചുമരിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ചുമരിലെ കീടങ്ങൾ ആ പശുവിനെ ആക്രമിക്കും. മരത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ മരത്തിലെ കീടങ്ങൾ ആ പശുവിനെ ആക്രമിക്കും. പുറത്ത് നിൽക്കുകയാണെങ്കിൽ പുറത്തുള്ള പക്ഷികളും മറ്റും ആ പശുവിനെ ആക്രമിക്കും. വെള്ളത്തിൽ നിൽക്കുകയാണെങ്കിൽ വെള്ളത്തിലുള്ള ജീവികൾ ആ പശുവിനെ ആക്രമിക്കും. ഈ ആക്രമിക്കുന്ന സമയത്ത് മുഴുവൻ ആ പശുവിന് വേദനയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്പർശത്തെ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. അതായത് നമുക്ക് 6 ആയതനങ്ങളുണ്ട്. ഈ 6 ആയതനങ്ങളിലും അനുനിമിഷം സ്പർശം ഉണ്ടാകുന്നു. ഈ സ്പർശത്തെ നമ്മൾ ഈ രീതിയിൽ ഒരു വേദനയോടുകൂടി വേണം നമ്മളതിനെ നോക്കാൻ. നമ്മൾ ഒരിക്കലും അതിനെ ആസ്വദിക്കരുത്. ഈ രീതിയിൽ ഈ സ്പർശത്തെ പരിപൂർണമായിട്ടും മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നുണ്ട്. ഈ സ്പർശത്തെ പരിപൂർണമായിട്ടും മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾക്ക് 3 തരത്തിലുള്ള വേദനകളെയും പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 6 ആയതനങ്ങളിലും സ്പർശം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് 3 തരത്തിലുള്ള വേദന നമുക്ക് ഉണ്ടാകുന്നുണ്ട്: സുഖം, ദുഃഖം, ന്യൂട്രൽ. അപ്പോൾ ഈ 3 തരത്തിലുള്ള വേദനകളെയും നമുക്ക് പരിപൂർണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറൊന്നും ചെയ്യേണ്ടതില്ല. അതായത് നമ്മൾ അർഹന്തനാവും എന്നാണ് പറയുന്നത്. കാരണം സുഖം വേദനയാണെങ്കിൽ നമ്മളത് രാഗം പുലർത്തുന്നില്ല, ദുഃഖവേദനയാണെങ്കിൽ നമ്മളതിന് ദ്വേഷം പുലർത്തുന്നില്ല, ന്യൂട്രലായിട്ടുള്ള വേദനയാണെങ്കിൽ നമ്മൾ അതിൽ മോഹവും പുലർത്തുന്നില്ല. എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മുക്തനയിൽ ആയിട്ടുള്ള ഒരു പോക്കാണ് പോകുന്നത്. ഇനി അടുത്തതായിട്ട് മനോസഞ്ചേതന. ഇതിനെ നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടത്? ഈ ആഹാരത്തെ എങ്ങനെയാണ് കാണേണ്ടത്? മനോസഞ്ചേതന എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിലുണ്ടാകുന്ന ഇൻറ്റൻഷൻ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ചേതന, അതിനേക്കാണ് മനോസഞ്ചേതന എന്ന് പറയുന്നത്. ഒരു ആളിൻ്റെ പൊക്കത്തിൽ ഒരു കുഴിയുണ്ട്, അതിൽ മുഴുവൻ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കൽക്കരിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തി മരണത്തെ ഭയമാണ്,
മരിക്കാൻ ആഗ്രഹമില്ല. അപ്പോൾ 2 ബലവാനായിട്ടുള്ള പുരുഷന്മാർ ഈ വ്യക്തിയെ ആ കൽക്കരി കുണ്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാവുക, ആ വ്യക്തിയെ കൽക്കരി ആ ജ്വലിക്കുന്ന കുണ്ടത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുത്താൻ വേണ്ടി വേദന കൊണ്ട് പൊളയും. ആ വ്യക്തി അവിടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ വേണം നമ്മുടെ ഈ മനോസഞ്ചേതന അതിനെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. അതായത് മൈൻഡിൽ എന്ത് ഒരു ഇൻറ്റൻഷൻ വരികയാണെങ്കിലും നമ്മളതിനെ കത്തുന്നല്ല് ഒരു കൽക്കരി കുണ്ടം പോലെ നമ്മളത് കാണണം. കാരണം അതിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതൊരു തരത്തിലുള്ള ഇൻറ്റൻഷനെയും ഈ രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണ്? നമ്മൾക്ക് 3 തരത്തിലുള്ള തൃഷ്ണകളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 3 തരത്തിലുള്ള തൃഷ്ണകളെ പരിപൂർണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അർഹന്തനായിട്ട് തീരും. ഇനി അടുത്തത് വിജ്ഞാനം എന്ന് പറയുന്ന ആ ആഹാരത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ക്രിമിനൽ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു കള്ളൻ ഉണ്ടെന്ന് വിചാരിച്ചാൽ ആ കള്ളനെ ഒരു രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ രാജാവിനോട് ശിക്ഷിക്കാൻ പറയുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, രാവിലെ ഈ കള്ളന് ഒരു കുന്തം കൊണ്ട് 100 കുത്തു കൊടുക്കണം. അപ്പോൾ രാവിലെ ഈ രാജഭടന്മാർ ആ കള്ളനെ ഒരു 100 കുത്തു കൊടുത്തു. ഉച്ചയ്ക്ക് വന്നിട്ട് രാജാവ് വീണ്ടും ഭടന്മാർ ചോദിക്കുന്നു, ആ കള്ളൻ എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പോൾ ഭടന്മാർ പറഞ്ഞു, ആ കള്ളൻ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുന്തം കൊണ്ട് ഒരു 100 കുത്ത് ഉച്ചയ്ക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ആയ സമയത്ത് രാജാവ് ചോദിച്ചു, ആ കള്ളൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാജഭടന്മാർ പറഞ്ഞു, ഇപ്പോഴും ആ വ്യക്തി ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 100 കുത്ത് വൈകിട്ടും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ ചോദിക്കുകയാണ്, രാവിലെ ഉച്ചയ്ക്കിലും വൈകിട്ടും ഈ 100 കുത്ത് കിട്ടുന്ന സമയത്ത് ആ കള്ളന് ഭയങ്കര വേദന ഉണ്ടാവില്ലേ? അപ്പോൾ ഋഷികൾ പറഞ്ഞു, തീർച്ചയായിട്ടും. കുന്തം കൊണ്ട് ഒരു കുത്ത് തന്നെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഭയങ്കര വേദന ഉണ്ടാവും. പിന്നെ ഈ 300 കുത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയണോ എന്ന് പറയുകയാണ്. ഇതേപോലെ തന്നെ വേണം നമ്മൾ 6 വിജ്ഞാനത്തെയും കാണാൻ. അതായത് കണ്ണിൽ ഏതെങ്കിലും രൂപം ഉണ്ടാകുന്ന സമയത്ത് വിജ്ഞാനം ഉണ്ടാകുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഈ കുന്തം കൊണ്ടുള്ള കുത്തിന് വേണം നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാതരം വിജ്ഞാനവും തീർച്ചയായിട്ടും നമ്മൾ ദുഃഖത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബുദ്ധൻ പറയാണ്, ഈ വിജ്ഞാനം എന്ന് പറയുന്ന ആഹാരത്തെ പരിപൂർണമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാമരൂപത്തെ പരിപൂർണമായിട്ട് മനസ്സിലാക്കി. നാമരൂപത്തെ പരിപൂർണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് മറ്റൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറയുകയാണ്. അതായത് ഈ 4 ആഹാരങ്ങളിൽ സാധാരണ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെപ്പറ്റി പരിപൂർണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അനാഗാമിയാവും. ബാക്കിയുള്ള മനസ്സിൻ്റെ 3 ആഹാരങ്ങളെ മനോസഞ്ചേതന, സ്പർശം, അതേപോലെ തന്നെ വിജ്ഞാനം, ഇത് 3 ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അർഹന്തനായിട്ട് തീരും എന്നാണ് പറയുന്നത്. ഇനി ഈ ആഹാരത്തെ തന്നെ മറ്റൊരു രീതിയിൽ അദ്ദേഹം പറയുകയാണ്. സൂത്ത നമ്പർ 64. ഈ 4 തരത്തിലുള്ള ആഹാരത്തെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തോട് നമ്മൾക്ക് ആസക്തിയുണ്ട്, നമ്മൾ അതിനോട് ആസ്വദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ തൃഷ്ണയുണ്ട്. തൃഷ്ണയുണ്ടാകുന്ന സമയത്ത് വിജ്ഞാനം അവിടെ സ്ഥിരമാവുന്നു, അവിടെ വലുതാവുന്നു. വിജ്ഞാനം അവിടെ വലുതാകുന്ന സമയത്ത് അവിടെ നാമരൂപം ഉണ്ടാകുന്നു. നാമരൂപം ഉണ്ടാകുന്ന സമയത്ത് അവിടെ സംസ്കാരത്തിൻ്റെ വൃദ്ധി ഉണ്ടാകുന്നു. സംസ്കാരത്തിൻ്റെ വൃദ്ധി ഉണ്ടാകുന്ന സമയത്ത് ഭവം അവിടെ തയ്യാറാവുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് ജന്മമരണ ചക്രങ്ങൾ ഉണ്ടാകുന്നു. ഇതേപോലെ തന്നെയുള്ള മനസ്സിലെ 3 ആഹാരങ്ങൾ, അതായത് സ്പർശം, മനോസഞ്ചേതന, വിജ്ഞാനം, ഇവയ്ക്കെല്ലാം നമ്മൾക്ക് ആസക്തിയുണ്ട്, നമ്മളത് ആസ്വദിക്കുകയാണ് എങ്കിൽ അവിടെ നമുക്ക് ആസ്വാദനം, നന്ദീരാഗം ഉണ്ടാകുന്നു. ആസ്വാദനം ഉണ്ടാകണമെങ്കിൽ അവിടെ വിജ്ഞാനം അവിടെ സ്ഥിരമാകുന്നു, വലുതാകുന്നു. വിജ്ഞാനം അവിടെ സ്ഥിരമാകുന്ന വലുതാകുന്ന സമയത്ത് ഈ സംസ്കാരങ്ങളും അതേപോലത്തുള്ള നമ്മുടെ ജരാമരണവും അവിടെ ഉണ്ടാകുന്നു. സംയുക്തനികായ 70 സുസിമ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. ഒരു പരിവ്രാജകനുണ്ടായിരുന്നു സുസുമ എന്ന് പറഞ്ഞിട്ട്. ആ വ്യക്തി വേറൊരു സംഘത്തിലെ ആയിരുന്നു. അപ്പോൾ സംഘത്തിലെ ആൾക്കാരെല്ലാം കൂടി സുസുമനോട് പറഞ്ഞു, ബുദ്ധൻ്റെ ഭിക്ഷകൾക്ക് ധാരാളം ഭിക്ഷയും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, അവർക്ക് വസ്ത്രങ്ങളും അന്നവും മെഡിസിനും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ പോയിട്ട് ബുദ്ധൻ്റെ ശിക്ഷണത്തിൽ അവിടെ പോയി അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം നമ്മുടെ സമ്പ്രദായത്തിൽ വന്ന് നമുക്ക് പഠിക്കാം. അപ്പം നമ്മൾക്കും അതേപോലെ തന്നെ ധാരാളം വസ്ത്രവും ഭക്ഷണവും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സുസുമ എന്ന് പറയുന്ന അന്യമതത്തിലുള്ള പരിവ്രാജകൻ ബുദ്ധൻ്റെ അടുത്തെത്തിയിട്ട് ഭിക്ഷുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭിക്ഷുവായി. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ബുദ്ധൻ്റെ ഭിക്ഷുക്കൾ അവർ അർഹന്തനായിട്ടുള്ള ഫലം അവർ പറയുകയാണ്, ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി, ഞങ്ങളുടെ ജന്മം തീർന്നു, ബ്രഹ്മചര്യം ജീവിതം പൂർത്തിയായി, ഏതൊന്ന് ചെയ്യണമോ ചെയ്തു, അതായത് ഞങ്ങൾ അർഹന്തരായി എന്ന് ഒരുപാട് ഭിക്ഷുക്കൾ ബുദ്ധൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ അന്തിമജ്ഞാനം പറഞ്ഞു.
ഇനി ഞങ്ങൾക്ക് പുനർജന്മമില്ല എന്ന് അവർ പറയുന്നത് കേട്ടു. അപ്പോൾ ആയുഷ്മാൻ സുസുമൻ ഇതിനെപ്പറ്റി കേട്ടു. എന്നിട്ട് ആ ഭിക്ഷുക്കളോട് അടുത്ത് പോയി. അർഹന്തനാണല്ലോ, അപ്പോൾ അവർക്ക് ദിവ്യശക്തിയെല്ലാം ഉണ്ടാവേണ്ടതാണല്ലോ. അപ്പോൾ സുസുമൻ ആ ഭിക്ഷുക്കളോട് ചോദിച്ചു, നിങ്ങൾ അർഹന്തനായി എന്ന് ഭഗവാൻ ബുദ്ധൻ്റെ മുന്നിൽ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സിദ്ധികളുണ്ടോ? അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പലതരത്തിലുള്ള ആൾക്കാരായിട്ട്, അതായത് പലതരത്തിലുള്ള ഒരു വ്യക്തി 100 തരത്തിലുള്ള വ്യക്തിയായി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് മണ്ണിലൂടെ, ജലത്തിലൂടെ, വായുവിലൂടെ എല്ലാം പോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളുടെ കാതുകൊണ്ട് നിങ്ങൾക്ക് ദൂരെയുള്ള ശബ്ദങ്ങൾ നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങൾക്ക് ദിവ്യസ്രോതമുണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് നിങ്ങൾക്ക് വായിച്ച് എടുക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവ്വജന്മങ്ങളെല്ലാം ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ദിവ്യദൃഷ്ടി ലഭിച്ചിട്ടുണ്ടോ? അതായത് ദൂരെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ആ ഭിക്ഷുക്കൾ പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുസുമൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശാന്തമായിട്ടുള്ള ധ്യാനങ്ങൾ, അരൂപധ്യാനങ്ങളിൽ നിങ്ങൾക്ക് ചെന്ന് ചേരാൻ സാധിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, അതും ഞങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അർഹന്തനായത് എന്ന് സുസുമൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രജ്ഞാവിമുക്തിയാണ് ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ സുസുമൻ ഭഗവാൻ ബുദ്ധൻ്റെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞു, പ്രജ്ഞാവിമുക്തി ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഈ രീതിയിലുള്ള യാതൊരുവിധ സിദ്ധികളും ഉണ്ടാകുന്നില്ല, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ബുദ്ധൻ സുസുമനോട് പറഞ്ഞു, സുസുമ, ഈ രൂപം നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ്. അപ്പോൾ അനിത്യമായത് സുഖമാണോ ദുഃഖമാണോ? ദുഃഖമാണ്. ദുഃഖവും അനിത്യവും ആയിട്ടുള്ളത് അതിനെ ഞാൻ ആണ്, എൻ്റെയാണ്, എൻ്റെ ആത്മാവാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. അതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള 4 സ്കന്ധത്തെയും പറ്റി ബുദ്ധൻ ഇതേപോലെ തന്നെ ചോദിച്ചു. വേദന, സംസ്കാരം, വിജ്ഞാനം, പെർസെപ്ഷൻ, ഇതെല്ലാം തന്നെ അനിത്യമാണ്, ദുഃഖമാണ്, ഞാനല്ല, എൻ്റെയല്ല. അതേപോലെ തന്നെ ഏതെല്ലാം ഈ 5 സ്കന്ധങ്ങൾ ഭൂതത്തിലുണ്ടായിരുന്നോ അതും ഞാനല്ല, എൻ്റെയല്ല. ഭാവിയിലുണ്ടാകുന്ന ഈ 5 സ്കന്ധങ്ങളും ഞാനല്ല, എൻ്റെയല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ 5 സ്കന്ധങ്ങളോട് ഒരു വ്യക്തിക്ക് അതിനോട് വൈരാഗ്യമുണ്ടാകുന്നു, അതായത് അതിനോട് രാഗമുണ്ടാകുന്നില്ല. രാഗം ഉണ്ടായിരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് അതിനോട് ആസക്തി ഉണ്ടാകുന്നില്ല. ആസക്തി ഇല്ലാതിരിക്കുന്ന സമയത്ത് ആ വ്യക്തി മുക്തനാകുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് മുക്തനായി എന്ന് പറയുന്ന ബോധം വരുന്നു. വീണ്ടും ഭഗവാൻ ബുദ്ധൻ പഠിച്ച സമുത്പാദത്തെക്കുറിച്ച് പരിപൂർണമായിട്ടും സുസുമനോട് പറഞ്ഞു. അപ്പോൾ അതെല്ലാം മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അറിയുന്ന സമയത്ത്, മനസ്സിലാകുന്ന സമയത്ത് നിനക്ക് ദിവ്യ ദൃഷ്ടി ലഭിച്ചോ? ഇല്ല. ദിവ്യ സ്രോതം ലഭിച്ചോ? ഇല്ല. മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. പൂർവ്വജന്മങ്ങളെ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് തന്നെയാണ് അവർക്കും സംഭവിച്ചിട്ടുള്ളത്. അവർക്കുണ്ടായിട്ടുള്ളത് പ്രജ്ഞാവിമുക്തിയാണെന്ന് ബുദ്ധൻ പറഞ്ഞു. അപ്പോഴാണ് സുസുമന് കാര്യം മനസ്സിലായത്. അദ്ദേഹം ഭഗവാനോട് ക്ഷമ യാചിച്ചതിന് ശേഷം യഥാർത്ഥ രീതിയിൽ വർക്ക് ചെയ്ത് അദ്ദേഹം അർഹന്തനായി. അപ്പോൾ 2 തരത്തിലുള്ള മുക്തിയുണ്ട്. ഒന്ന് പന്യാവിമുക്തി, മറ്റൊന്ന് ചേതോ വിമുക്തി. ചേതോ വിമുക്തി എന്ന് പറയുന്ന സമയത്ത് മിക്കവാറും ധ്യാനങ്ങളിലൂടെ പോയിട്ട്, ഡീപ്പായിട്ടുള്ള സമാധിയിലൂടെ പോയിട്ട് കിട്ടുന്ന മുക്തിയാണ് ചേതോ വിമുക്തി. പന്യാവിമുക്തി എന്ന് പറയുന്ന സമയത്ത് വിപശ്യനയുടെ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന മുക്തിയാണ് പന്യാവിമുക്തി. ആ സമയത്ത് നമ്മൾക്ക് വലിയ സിദ്ധികളൊന്നും ഉണ്ടാകുന്നതല്ല. അപ്പോൾ നിദാന സംയുക്തം ഇതോടുകൂടി കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഇതിൽ ഒരുപാട് സൂത്രങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ രൂപം തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. കാരണം ഇതെല്ലാം പരിപൂർണമായിട്ട് ട്രാൻസ്ലേഷൻ ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൂടാതെ നിങ്ങൾക്ക് കേൾക്കാനുള്ള ക്ഷമയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സംക്ഷിപ്തമായിട്ടാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. കൂടുതൽ ആഗ്രഹമുള്ളവർ ഇതിൻ്റെ PDF ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ ലഭിക്കും. സംയുക്ത നികായ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ PDF എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ വരും. അപ്പോൾ നിങ്ങൾക്ക് 2000 പേജുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിപൂർണമായിട്ടും മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഗ്ലിംസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.